നമസ്കാരം. VBY ITയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സെക്കൻഡ് ഇയറിലെ വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻസ് ആൻഡ് സയൻസിലെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന ചാപ്റ്ററാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ചാപ്റ്റർ നമുക്ക് നമ്മുടെ ഡേ ടു ഡേ ലൈഫുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലോട്ട് കടക്കാം. നമുക്ക് ആദ്യം സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം. Any object comprises of a large number of particles. Each particle is pulled towards the earth due to the force of gravity. Thus, the force on the particles are equal, parallel, and act in the same direction. These forces will have a resultant which acts through a particular point G. This fixed point G is called the center of gravity. ഇവിടെ എന്താ പറയുന്നത് വെച്ചാൽ നമുക്കറിയാം ഏതൊരു ഒബ്ജക്റ്റ് ആയാലും അത് ഉണ്ടാക്കുന്നത് ഒരുപാട് ലാർജ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കൊണ്ടായിരിക്കണം ഏതൊരു ഒബ്ജക്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഭൂമി എന്ത് ചെയ്യും, ആ ഒബ്ജക്റ്റിനെ ഭൂമിൻ്റെ ഒരു ആകർഷണ ഫോഴ്സ് വെച്ചാൽ അഥവാ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി മൂലം ഭൂമി എന്ത് ചെയ്യും, ആ ഒബ്ജക്റ്റിനെ അതിൻ്റെ സെൻറ്ററിലേക്ക് ഭൂമിൻ്റെ സെൻറ്ററിലേക്ക് അട്രാക്റ്റ് ചെയ്യും. അപ്പോൾ ഈ ഒബ്ജക്റ്റിലുള്ള പാർട്ടിക്കിൾസിലൊക്കെ എന്ത് ചെയ്യും, സെയിം ഈക്വലായിട്ടും സെയിം ഡയറക്ഷനിലേക്കും ആ പാർട്ടിക്കിളിലൊക്കെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിലൊക്കെ ആക്ട് ചെയ്യുന്ന ഈ ഫോഴ്സിന് ഒരു റിസൾട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫോഴ്സ് വേണം. ഈ റിസൾട്ടൻ്റ് ഫോഴ്സ് ഒരു പെർട്ടിക്കുലർ പോയിൻ്റായ ജിയിലേക്കാണ് ആ റിസൾട്ടൻ്റ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ഈ പോയിൻ്റ് ഫിക്സ്ഡ് ആയിരിക്കും. അപ്പോൾ ഈ ഫിക്സ്ഡ് പോയിൻ്റായ ജീനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് വിളിക്കുന്നത്. താഴെ ഒരു ഫിഗർ കണ്ടല്ലോ, ഇതൊരു ലാമിനയാണ്. ലാമിന എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഡ്രോയിങ്ങിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ എന്നുവെച്ചാൽ 2 ഡയമെൻഷണൽ ആയിട്ടുള്ള പ്ലെയിൻ ഫിഗേഴ്സിനെ നമ്മൾ ലാമിന എന്ന് വിളിക്കുന്നത്. ഇവിടെ തന്നെ തന്നിട്ടുള്ളത് ഇറഗുലർ ലാമിനയാണ്, റെഗുലർ അല്ല ഇറഗുലർ ലാമിനയാണ്. അപ്പോൾ ഈ ഒരു ഫിഗർ കണ്ടല്ലോ, ഇതിൽ ഒരുപാട് പാർട്ടിക്കിൾസ് ഉണ്ട്. ഈ പാർട്ടിക്കിൾസ് എല്ലാം എന്ത് ചെയ്യും, സെയിം ഡയറക്ഷനിലായിരിക്കും ആക്ട് ചെയ്യണം. കാരണം ഇതിലൊക്കെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് സെയിം ആയിരിക്കും. അപ്പോൾ ഇതിലൊക്കെ ആക്ട് ചെയ്യുന്ന ഫോഴ്സിന് എന്തായിരിക്കും, ഒരു റിസൾട്ടൻറ്റ് ഫോഴ്സ് ഉണ്ടാവും. ആ റിസൾട്ടൻറ്റ് ഫോഴ്സ് ഒരു പെർട്ടിക്കുലർ പോയിൻ്റ് ജിയിലേക്കാണ് ആക്ട് ചെയ്യുന്നത്. ആ ജീനെ നമ്മൾ ടോട്ടൽ വെയിറ്റ് ആയിട്ടാണ് എടുക്കുക, അഥവാ W8 നമ്മൾ ഡിനോട്ട് ചെയ്യും. അതാണ് ഈ ഒരു ഫിഗറിൽ പറഞ്ഞത്. കാരണം വെച്ചാൽ ഏതൊരു ഒബ്ജക്റ്റ് ആയാലും അതിൻ്റെ വെയിറ്റ്, ആ ഒബ്ജക്റ്റിൻ്റെ ടോട്ടൽ വെയിറ്റ് എവിടെയാണോ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, ആ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആ ഇമാജിനറി അഥവാ ആ ഒരു പോയിൻറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ആ വെയിറ്റ് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആ ഒരു പോയിൻറ്റിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പോൾ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഡിഫൈൻ ചെയ്യാം. അതാണ് താഴെ പറഞ്ഞിട്ടുള്ളത്. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഈസ് ദ ഇമാജിനറി പോയിൻ്റ് ഓഫ് എ ബോഡി വെർ ദ ടോട്ടൽ വെയിറ്റ് ഓഫ് ദി ബോഡി ഈസ് കോൺസെൻട്രേറ്റഡ്. എവിടെയാണോ ഒരു ബോഡിയുടെ ടോട്ടൽ വെയിറ്റ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, ആ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആ ഒരു ഇമാജിനറി പോയിൻറ്റിനാണ് നമ്മൾ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് എന്താണ് ഗ്രാവിറ്റേഷൻ, അതുപോലെ ഗ്രാവിറ്റി എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഗ്രാവിറ്റേഷൻ എന്താണെന്ന് നോക്കാം. ദ മ്യൂച്വൽ അട്രാക്റ്റീവ് ഫോഴ്സ് ഓഫ് ബോഡീസ് ഡ്യൂ ടു വിച്ച് ദേ അട്രാക്ട് ഈച്ച് അതർ ഈസ് കോൾഡ് ഗ്രാവിറ്റേഷൻ. അങ്ങനെ ഒരു രണ്ട് ബോഡിയോ അല്ലെങ്കിൽ ഏതെങ്കിലും രണ്ട് ഒബ്ജക്റ്റ് തമ്മിൽ അട്രാക്ട് ചെയ്യുമ്പോൾ അതിലുണ്ടാകുന്ന മ്യൂച്വൽ അട്രാക്റ്റീവ് ഫോഴ്സസ്, ആ ബോഡിയിലുള്ള മ്യൂച്വൽ അട്രാക്റ്റീവ് ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത് ഗ്രാവിറ്റി. ദ അട്രാക്റ്റീവ് ഫോഴ്സ് ഓഫ് ദി എർത്ത് due to which it attracts all bodies towards its center is called gravity. The value of gravity varies from place to place on the ground surface. Its general value is 9.81 meter per second square. ഗ്രാവിറ്റി എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഫസ്റ്റ് തന്നെ പറഞ്ഞല്ലോ, ഭൂമി ഏതൊരു ഒബ്ജക്റ്റിനെ അതിൻ്റെ സെൻറ്ററിലേക്ക് അട്രാക്റ്റ് ചെയ്യും. ആ ഭൂമിയുടെ ആകർഷണ ഫോഴ്സ് അഥവാ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി മൂലം ഭൂമി ആ ഒബ്ജക്റ്റിനെ അതിൻ്റെ സെൻറ്ററിലേക്ക് അട്രാക്റ്റ് ചെയ്യും. ആ അട്രാക്റ്റ് ചെയ്യുന്ന ആ ഫോഴ്സ്, ഭൂമിയുടെ അട്രാക്റ്റീവ് ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഗ്രാവിറ്റി എന്ന് വിളിക്കുന്നത്. ഈ ഗ്രാവിറ്റിൻ്റെ ജനറൽ വാല്യൂ എന്ന് വെച്ചാൽ 9.81 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. നമുക്ക് സെൻട്രോയിഡ് എന്താണെന്ന് നോക്കാം. Different geometrical shapes such as the circle, triangle and rectangle are plane figures having only 2 dimensions. They are also known as laminas. They have only area but no mass. The center of gravity of these plane figures is called as the centroid. It is also known as the geometrical center.
സെൻട്രോയിഡ് എന്താ വെച്ചാൽ ഒരുപാട് ജോമെട്രിക്കൽ ആയിട്ടുള്ള ഷേപ്സ് ഉണ്ട്. റെക്റ്റാങ്കിൾ, ട്രയാങ്കിൾ, സർക്കിൾ, സ്ക്വയർ, അങ്ങനെ ഒരുപാടുണ്ട്. ഇതൊക്കെ എന്താ ഒരു പ്ലെയിൻ ഫിഗേഴ്സ്, കാരണം ഇതിനൊക്കെ 2 ഡയമെൻഷനേ ഉള്ളൂ. അപ്പോൾ 2 ഡയമെൻഷനുള്ള പ്ലെയിൻ ഫിഗേഴ്സിനെ നമ്മൾ എന്ത് ലാമിനാസ് വിളിക്കണം. കാരണം ഇതിന് ഈ ഒരു ലാമിനാസിന് എന്താ ഉണ്ടാവുക, ഏരിയ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള പ്ലെയിൻ ഫിഗേഴ്സിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി സ്പെഷ്യലായിട്ട് പറയുന്നതാണ് എന്ത്, സെൻട്രോയിഡ് എന്ന്. ഇത് സെൻട്രോയിഡ് മാത്രമല്ല, ജോമെട്രിക്കൽ സെൻറ്റർ എന്ന പേരിലും ഈ ഒരു പ്ലെയിൻ ഫിഗേഴ്സിന് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി നമുക്ക് വിളിക്കാം. നമ്മൾ സെൻട്രോയിഡ് എന്താണെന്ന് നമ്മൾ നോക്കി. ഇനി നമുക്ക് ഓരോ ഷേപ്സിൻ്റെയും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നോക്കാം. 3 മെത്തേഡാണ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. ഫസ്റ്റ് വൺ ബൈ ജോമെട്രിക്കൽ കൺസിഡറേഷൻ, സെക്കൻഡ് വൺ ബൈ മൊമെൻറ്റ്സ് ആൻഡ് തേർഡ് വൺ ഈസ് ബൈ ഗ്രാഫിക്കൽ മെത്തേഡ്. ഇങ്ങനെ 3 മെത്തേഡ്സാണ് ഉള്ളത്. അതിന് നമുക്ക് ഫസ്റ്റ് വൺ ജോമെട്രിക്കൽ കൺസിഡറേഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് എങ്ങനെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇതിൽ ഒരുപാട് ഷേപ്സ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് വൺ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സർക്കിളിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ സർക്കിളിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എപ്പോഴും അതിൻ്റെ സെൻറ്ററിലായിരിക്കും ഉണ്ടാവുക. രണ്ടാമത് സ്ക്വയർ, റെക്റ്റാങ്കിൾ ഓർ പാരലോഗ്രാം. ദ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് സ്ക്വയർ, റെക്റ്റാങ്കിൾ ഓർ പാരലോഗ്രാം is at the point where its diagonal meet each other. It is also the middle point of the length as well as the width. ഈ സ്ക്വയർ ആയാലും റെക്റ്റാങ്കിൾ ആയാലും പാരലോഗ്രാമിനെ ഒക്കെ നമുക്ക് സെയിം കാറ്റഗറിയിൽ ഉൾപ്പെടുത്താം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡയഗണൽസ് മീറ്റ് ചെയ്യുന്ന പോയിൻ്റ് എവിടെയാണോ അവിടെയായിരിക്കും ഇതിൻ്റെ സെൻട്രോയിഡ് എന്ന് പറയുന്നത്. ഡയഗണൽസ് നമുക്ക് എന്താണ്, നമുക്ക് എല്ലാവർക്കും അറിയാം, കോർണർ ടു കോർണറിലേക്ക് വരയ്ക്കുന്ന ആ ലൈനാണ് നമ്മൾ ഡയഗണൽസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഡയഗണൽസ് മീറ്റ് ചെയ്യുന്ന പോയിൻ്റാണ് സ്ക്വയറിൻ്റെ, റെക്റ്റാങ്കിളിൻ്റെ, പാരലോഗ്രാമിൻ്റെ ഒക്കെ സെൻട്രോയിഡ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ ട്രയാങ്കിൾ. The center of gravity of triangle is at the point where the medians of the triangle meet. It is also a distance of h/3 from its base. അപ്പം ആദ്യം നമുക്കിതിൽ മീഡിയംസ് എന്താണെന്ന് അറിയണം. മീഡിയൻസ് എന്ന് പറഞ്ഞാൽ ഒരു കോണിൽ നിന്ന് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ മിഡിലേക്ക് വരയ്ക്കുന്ന ആ ലൈനാണ് നമ്മൾ എന്ത് പറയുന്നത്, മീഡിയൻസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ മീഡിയൻസ് തമ്മിൽ മീറ്റ് ചെയ്യുന്ന ആ ഒരു പോയിൻ്റ് ആയിരിക്കും ഈ ട്രയാങ്കിളിൻ്റെ സെൻട്രോയിഡ് എന്ന് പറയുന്നത്. ഇത് ബേസിൽ നിന്നും h/3 ഡിസ്റ്റൻസ് ആയിരിക്കും. നാലാമത് സെമി സർക്കിൾ. ദ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഈസ് അറ്റ് എ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് 4r by 3π ഫ്രം ഇറ്റ്സ് ബേസ്. സെമി സർക്കിളിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി അഥവാ സെൻട്രോയിഡ് എവിടെയാണെന്ന് വെച്ചാൽ അതിൻ്റെ ബേസിൽ നിന്നും 4r by 3π ഡിസ്റ്റൻസിലായിരിക്കും. അഞ്ചാമത് ട്രപ്പീസിയം. ദ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് എ ട്രപ്പീസിയം വിത്ത് പാരലൽ സൈഡ് എ ആൻഡ് ബി അറ്റ് എ ഡിസ്റ്റൻസ് h/3 into all multiplied by b plus 2a divided by b plus a of measured from the base b. ഈ ഇക്വേഷൻ ഇതൊക്കെ പ്രൂവ് ചെയ്തിട്ടുള്ള ഇക്വേഷനാണ്. അപ്പോൾ ഇതൊക്കെ പഠിക്കാം. ആറാമത് സ്ഫിയർ. ദ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് എ സ്ഫിയർ ഓഫ് ഡയമീറ്റർ d ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് d/2 ഫ്രം എവറി പോയിൻറ്റ്. സ്ഫിയറിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി അഥവാ സെൻട്രോയിഡ് എപ്പോഴും അതിൻ്റെ പകുതി അഥവാ ഡയമീറ്ററിൻ്റെ പകുതിയിലായിരിക്കും, d/2 ഡിസ്റ്റൻസിലായിരിക്കും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എപ്പോഴും ഉണ്ടാകുക. നെക്സ്റ്റ് വൺ ഈസ് റൈറ്റ് സർക്കുലർ കോൺ. ഇതൊരു സോളിഡ് ഫിഗറാണ്. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി നമ്മൾ CG എന്നോ അല്ലെങ്കിൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്നാണ് വിളിക്കാറ്. ഇതുവരെ നമ്മൾ പറഞ്ഞത് ലാമിനാസ് ആണ്. ലാമിനാസിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി അഥവാ പ്ലെയിൻ ഫിഗേഴ്സിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയാണ് നമ്മൾ എന്തെന്ന് വിളിക്കാറ്, സെൻട്രോയിഡ് എന്ന് വിളിക്കാറ്. അപ്പോൾ നമുക്ക് റൈറ്റ് സർക്കുലർ കോണിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി നോക്കാം. ദ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് എ റൈറ്റ് സർക്കുലർ കോൺ ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് h/4 ഫ്രം ഇറ്റ്സ് ബേസ്. എന്നുവെച്ചാൽ ഇതിൻ്റെ ബേസിൽ നിന്നും h/4 ഡിസ്റ്റൻസിലായിരിക്കും ഇതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഉണ്ടാകുക. നമ്മൾ മുൻപ് ട്രയാങ്കിളിൻ്റെ കേസ് പറഞ്ഞല്ലോ, അതിൻ്റെ ബേസിൽ നിന്ന് h/3 അതിൻ്റെ സെൻട്രോയിഡ് ഉണ്ടാകുക എന്ന് പറഞ്ഞു. ഇവിടെ h/4 ആണ്. അപ്പോൾ ഇതും റൈറ്റ് സർക്കുലർ കോണും ട്രയാങ്കിളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതെ നോക്കുക. ഇത് ഹെമിസ്ഫിയർ. നമുക്കറിയാം സ്ഫിയറിൻ്റെ പകുതിയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഹെമിസ്ഫിയർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എവിടെയെന്ന് നോക്കാം. ദ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് എ ഹെമിസ്ഫിയർ ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് 3r by 8 ഫ്രം ഇറ്റ്സ് ബേസ്. ഇത് വെച്ചാൽ ഹെമിസ്ഫിയറിൻ്റെ ബേസിൽ നിന്ന് 3 into റേഡിയസ് by 8 ഡിസ്റ്റൻസിലായിരിക്കും ഹെമിസ്ഫിയറിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഉണ്ടാകുന്നത്. ലാസ്റ്റ് വൺ ഈസ് സെഗ്മെൻറ്റ് ഓഫ് സ്ഫിയർ. The center of gravity of a segment of a sphere of radius h is at a perpendicular distance
3 into 2r minus h whole square all divided by 4 into 3r minus h off from the center of the sphere. അപ്പോൾ ഈ ഇക്വേഷൻ മനസ്സിലാക്കിയിട്ട് ഇത് പഠിക്കുക. എല്ലാവരും ഒരു ഫിഗേഴ്സിൻ്റെയൊക്കെ ഇക്വേഷനൊക്കെ പഠിക്കുക. ഇതൊക്കെ പ്രൂവൻ ചെയ്തിട്ടുള്ള ഇക്വേഷൻസ് ആണ്. ഈ ഇക്വേഷൻ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഓരോ ഫിഗേഴ്സിൻ്റെ സെൻട്രൽ ഗ്രാവിറ്റി അഥവാ സെൻട്രോയിഡൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അടുത്തത് തന്നിട്ടുള്ളത് ഒരു ടാബുലർ കോളാണ്. ഇതിൽ ഓരോ ഷേപ്സും അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാമെന്നുണ്ട്. അപ്പോൾ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ടാബുലർ കോളത്തിൽ തന്നിട്ടുള്ളത്. അപ്പോൾ ഈ ടാബുലർ കോളം വെച്ചിട്ട് നിങ്ങൾ അതാത് ഷേപ്പിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്നുള്ളത് പഠിക്കാം. അടുത്തത് എക്വിലിബ്രിയം. A body is said to be in equilibrium if the resultant of all the force acting on a body is zero and if there is no turning moment. ഒരു ബോഡി എക്വിലിബ്രിയം ആണെന്ന് പറയാമെന്ന് വെച്ചാൽ ആ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ആ റിസൾട്ടൻറ്റ് ഫോഴ്സ് സീറോ ആണെന്നുണ്ടെങ്കിൽ ആ ബോഡി നമുക്ക് എക്വിലിബ്രിയം ആണെന്ന് പറയും. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയാമെന്ന് വെച്ചാൽ ഒരു ടേബിൾ, അതിൻ്റെ ഒരു സൈഡിൽ നിന്ന് നമ്മൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി വലിക്കുന്നുണ്ട്, അതേപോലെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ അതേ വെയിറ്റുള്ള നമ്മളെപ്പോലെ സെയിം വെയിറ്റുള്ള ഒരു വേറൊരു വ്യക്തിയും വലിക്കുന്നത്. രണ്ടുപേരും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിട്ടാണ് വലിക്കുന്നത്. അപ്പോൾ നമ്മൾ രണ്ടുപേരും എന്ത് ചെയ്യുന്നത്, സെയിം ഫോഴ്സിലായിരിക്കും വലിക്കുക. അപ്പോൾ അവിടെ മൂവ്മെൻറ്റ് ഉണ്ടായിരിക്കും, ആ ടേബിളിന് ഇല്ല, ആ മൂവ്മെൻറ്റ് അവിടെ നടക്കില്ല. കാരണം വെച്ചാൽ അവിടുത്തെ ഫോഴ്സ് നമ്മൾ രണ്ടുപേരും സെയിം ഫോഴ്സാണ് യൂസ് ചെയ്യുന്നതുകൊണ്ട് ആ ഫോഴ്സ് എന്തായിരിക്കും, ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ നമ്മൾ എന്ത് പറയുന്നത്, എക്വിലിബ്രിയം പറയുന്നത്. അതുപോലെ അവിടെ മൊമെൻറ്റും ടേണിങ് മൊമെൻറ്റും ഉണ്ടാവില്ല. The equilibrium are 3 states. First one is stable equilibrium and second one is unstable equilibrium and third one is neutral equilibrium. First, stable equilibrium. A body is said to be in a stable equilibrium if it returns to its original position when slightly displaced. The CG is as low as possible. എന്നുവെച്ചാൽ ഒരു ബോഡി അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് നമ്മൾ ചെറുതായിട്ടൊന്ന് അനക്കിയാൽ അത് സെയിം അതിൻ്റെ ഒറിജിനൽ പൊസിഷനിലേക്ക് തന്നെ റിട്ടേൺ ചെയ്യുകയാണെങ്കിൽ നമുക്കതിനെ സ്റ്റാബിൾ എക്വിലിബ്രിയം എന്ന് പറയാം. ഇപ്പോൾ എക്സാമ്പിളായിട്ട് എ ബോൾ ഓൺ കോൺകേവ് സർഫസ്. ഇപ്പോൾ കണ്ടത് ആ ഒരു ഫിഗർ, ഇതൊരു കോൺകേവ് സർഫസ് ആണ്. അപ്പോൾ ഈ ഒരു ഇതിൽ നമ്മൾ ബോളിൻ്റെ ജസ്റ്റ് നമ്മൾ ബോളൊന്ന് തട്ടിക്കൊടുത്ത് അതൊന്ന് ഫ്രണ്ടിലോട്ടും പോകും, അതുപോലെ ബാക്കിലോട്ടും വരും. എന്നിട്ട് അത് എന്ത് ചെയ്യും, അതിൻ്റെ ആ മൂവ്മെൻറ്റ് കഴിഞ്ഞാൽ അത് എവിടെയാണോ നിന്നിരുന്നത് അവിടേക്ക് തന്നെ അത് വന്ന് നിൽക്കും. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ, ഈ ഒരു സ്റ്റേറ്റിനാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്റ്റാബിൾ എക്വിലിബ്രിയം എന്ന് പറയുന്നത്. രണ്ടാമത് അൺസ്റ്റാബിൾ എക്വിലിബ്രിയം. എ ബോഡി ഈസ് സെഡ് ടു ബി ഇൻ ആൻ അൺസ്റ്റാബിൾ എക്വിലിബ്രിയം ഇഫ് ഇറ്റ് ഡസ് നോട്ട് റിട്ടേൺസ് ടു ഇറ്റ്സ് ഒറിജിനൽ പൊസിഷൻ വെൻ സ്ലൈറ്റ്ലി ഡിസ്പ്ലേസ്ഡ്. എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളൊരു ഒബ്ജക്റ്റ് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് നീക്കിക്കഴിഞ്ഞാൽ അത് ഒരിക്കലും അതിൻ്റെ ഒറിജിനൽ പൊസിഷനിലേക്ക് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സ്റ്റേറ്റിന് നമ്മൾ എന്ത് പറയാം, അൺസ്റ്റാബിൾ എക്വിലിബ്രിയം എന്ന് പറയാം. ഇപ്പോൾ എക്സാമ്പിൾ എ ബോൾ ഓൺ കോൺവെക്സ് സർഫസ്. ഇപ്പോൾ കണ്ടോ, ഇതൊരു കോൺവെക്സ് സർഫസാണ്. ആ കോൺവെക്സ് സർഫസിലാണ് ആ ബോൾ വെച്ചിട്ടുള്ളത്. ആ ബോളിന് നമ്മൾ ജസ്റ്റ് ഒന്ന് തട്ടിക്കൊടുത്താൽ ബോൾ എന്ത് ചെയ്യും, താഴോട്ട് പോകും. പിന്നെ അത് ഒരിക്കലും അത് ഓട്ടോമാറ്റിക്കലി അത് അതിൻ്റെ ഒറിജിനൽ പൊസിഷനിലേക്ക് വന്ന് നിൽക്കില്ല. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റിനെ, ഈ ഒരു കണ്ടീഷനെ നമ്മൾ അൺസ്റ്റാബിൾ എക്വിലിബ്രിയം എന്ന് പറയുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ, ന്യൂട്രൽ എക്വിലിബ്രിയം. A body is said to be in a neutral equilibrium if on being slightly displaced it take a new position similar to its original one. എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളൊരു ഒബ്ജക്റ്റ് ജസ്റ്റ് ഒന്ന് നീക്കിയാൽ അത് അവിടുന്ന് അതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് മാറി അത് പുതിയൊരു പോയിന്റിൽ വന്ന് നിൽക്കും. പക്ഷേ ഇവിടെ എങ്ങനെയാണോ ആ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നിരുന്നത് അതേപോലെ തന്നെ ആയിരിക്കും അതിൻ്റെ ആ എൻഡിങ് പൊസിഷനിൽ അത് നിൽക്കുക. അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ നമ്മൾ എന്ത് പറയും, ന്യൂട്രൽ എക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് എ ബോൾ ഓൺ ഫ്ലാറ്റ് സർഫസ്. ഇപ്പോൾ കണ്ടു, ഇതൊരു ഫ്ലാറ്റ് സർഫസ്. അപ്പോൾ നമ്മളെ കൈയിൻ്റെ വിരലുകൊണ്ട് ആ ബോളും ജസ്റ്റ് ഒന്ന് തട്ടിക്കൊടുത്താൽ ആ ബോൾ എവിടെയെങ്കിലും പോയി നിൽക്കും. പക്ഷേ എങ്ങനെയായിരുന്നോ ഇവിടെ നിന്നിരുന്നത് അതേപോലെ ആയിരിക്കും അത് എവിടെയാണോ നിൽക്കുന്നത് അവിടെ പോയി നിൽക്കുക. അപ്പോൾ ഇതാണ് ന്യൂട്രൽ എക്വിലിബ്രിയം. ഇവിടെ ഈ തന്നിരിക്കുന്ന ഈ രണ്ട് ഫിഗേഴ്സ് അത് രണ്ടും നമ്മളെ സ്റ്റാബിൾ, അൺസ്റ്റാബിൾ, ന്യൂട്രൽ എക്വിലിബ്രിയത്തിൻ്റെ എക്സാമ്പിൾസ് ആണ്. ഒന്ന് എ കോൺ റെസ്റ്റിംഗ് ഓൺ ഇറ്റ്സ് സൈഡും രണ്ടാമത് ഫണൽ റെസ്റ്റിംഗ് ഓൺ ഇറ്റ്സ് സൈഡും എന്നാണ്. അപ്പോൾ ഫസ്റ്റ് വണ്ണിൽ പറയുന്നത് വെച്ചാൽ കോൺ റെസ്റ്റിംഗ് ഓൺ ഇറ്റ്സ് സൈഡിൽ, ഇതിൽ പറയുന്നത് വെച്ചാൽ ഫസ്റ്റ് ഫിഗർ നോക്കും, നമ്മൾ ജസ്റ്റ് ഒന്ന് തട്ടിക്കഴിഞ്ഞാൽ അത് അതിൻ്റെ ഒറിജിനൽ പൊസിഷനിലേക്ക് തന്നെ വന്ന് നിൽക്കും. അതാണ് അവിടെ ആരോ മാർക്ക് ഇട്ടിട്ട് കാണിച്ചു തരുന്നത്. രണ്ടാമത് നമ്മൾ
ഇപ്പോൾ കോൺ വെച്ച് ടിപ്പാണ് അതിൻ്റെ ബേസിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഫ്ലാറ്റ് സർഫസിലാണ് ആ ടിപ്പ് വെച്ചിട്ട് അപ്പോൾ നമ്മൾ ജസ്റ്റ് അതിൻ്റെ ടോപ്പിലൊന്ന് ടച്ച് ചെയ്ത് ആ എന്ത് ചെയ്യും, കോൺ വീണ് പോകും. പിന്നെ അതും അതിൻ്റെ ഒറിജിനൽ പൊസിഷൻ ഓട്ടോമാറ്റിക്കലി അത് വരില്ല. അതിനാണ് നമ്മൾ അൺസ്റ്റേബിൾ എക്വിലിബ്രിയം എന്ന് പറഞ്ഞത്. മൂന്നാമത് ഫ്ലാറ്റ് സർഫസിൽ ഒരു ബോൾ വെച്ചിട്ടുണ്ടോ, അത് നമ്മൾ തട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഫസ്റ്റ് പൊസിഷനിൽ മാറി അത് സെക്കൻഡ് പൊസിഷനിൽ പോയി നിൽക്കും. പക്ഷേ ഫസ്റ്റ് പൊസിഷനിൽ എങ്ങനെയാണോ നിന്ന് അതേപോലെ ആവും സെക്കൻഡ് പൊസിഷനിൽ നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നാം. അപ്പോൾ ഇതാണ് എ കോൺ റെസ്റ്റിംഗ് ഓൺ ഇറ്റ് സൈഡ് 3 എക്വിലിബ്രിയത്തിൻ്റെ എക്സാമ്പിൾസ്. ഇനി അടുത്ത് ഫണൽ റെസ്റ്റിംഗ് ഓൺ ഇറ്റ് സൈഡ്. ഇതിൽ ഫസ്റ്റ് ഫിഗർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് അതിൻ്റെ ഒറിജിനൽ പൊസിഷനിൽ തന്നെ വന്ന് നിൽക്കും. രണ്ടാമത് അൺസ്റ്റാബിൾ എക്വിലിബ്രിയം, അത് ടിപ്പിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തട്ടിക്കഴിഞ്ഞാൽ അത് വീണ് പോകും, അതും അതിൻ്റെ ഒറിജിനൽ പൊസിഷനിലേക്ക് വന്ന് നിൽക്കില്ല. നാലാമത് ന്യൂട്രൽ എക്വിലിബ്രിയം, ചെരിഞ്ഞിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ തട്ടിക്കഴിഞ്ഞാൽ അത് അതിൻ്റെ ഒറിജിനൽ പൊസിഷനിൽ ഫസ്റ്റ് പൊസിഷനിൽ നിന്ന് മാറി സെക്കൻഡ് പൊസിഷനിൽ എവിടെയെങ്കിലും പോയി നിൽക്കും. പക്ഷേ എങ്ങനെയാണോ നിന്നിരുന്നത് അതേപോലെ ചെരിഞ്ഞിട്ടാവും അതിൻ്റെ സെക്കൻഡ് പൊസിഷനിൽ വന്ന് നിൽക്കുക. അപ്പോൾ ഇതാണ് എക്വിലിബ്രിയത്തിൽ ഉള്ള എക്സാമ്പിൾസും 3 സ്റ്റേറ്റ്സും അതിൻ്റെ എക്സാമ്പിൾസും. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് എന്താണ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്താണെന്ന് നമുക്കറിയാം. ഒരു ഇമാജിനറി പോയിൻ്റ് വേർ ദി ടോട്ടൽ വെയ്റ്റ് ഓഫ് ദി ബോഡി ഈസ് ടു ബി കോൺസെൻട്രേറ്റ്. ഒരു ബോഡിയുടെ ടോട്ടൽ വെയ്റ്റ് എവിടെയാണോ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആ പോയിൻറ്റിനെ എന്നുവെച്ചാൽ ആ ഇമാജിനറി പോയിൻറ്റിനെ നമ്മൾ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് വിളിക്കുന്നത്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ് സെൻട്രോയിഡ്. പ്ലെയിൻ ഫിഗേഴ്സിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയാണ് നമ്മൾ എന്ത് പറയുന്നത്, സെൻട്രോയിഡ് എന്ന് വിളിക്കുന്നത്. പിന്നെ 3 ഡയമെൻഷണൽ ഫിഗേഴ്സിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, CG എന്ന് വിളിക്കുക. അപ്പോൾ ഇത് രണ്ടും മാറിപ്പോകേണ്ട. സെൻട്രോയിഡ് എന്ന് പറഞ്ഞാൽ പ്ലെയിൻ ഫിഗേഴ്സിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും 3 ഡയമെൻഷണൽ ഫിഗേഴ്സിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയെ നമ്മൾ CG എന്ന് വിളിക്കാറ്. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഓരോ ഷേപ്സിൻ്റെയും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളതാണ്. അതിൽ ഫസ്റ്റ് മെത്തേഡായ ജോമെട്രിക്കൽ കൺസിഡറേഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി അഥവാ സെൻട്രോയിഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ ഇന്ന് നോക്കിയത്. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തത് എക്വിലിബ്രിയം എന്താണെന്നും അതിൻ്റെ ടൈപ്സ് ഓഫ് എക്വിലിബ്രിയം എന്താണെന്ന് നമ്മൾ നോക്കി. അപ്പോൾ ഫസ്റ്റ് പാർട്ടായ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയാണ് പഠിക്കാനുള്ളത്. ഈ സെക്കൻഡ് പാർട്ടിൽ ഇതിൻ്റെ കാൽക്കുലേഷനും കാര്യങ്ങളും സെക്കൻഡ് പാർട്ടിൽ പറഞ്ഞു തരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.